എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം മന്തി മന്തി എന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് കാറാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. മന്തിയുടെ ചട്നി അത് ഇതെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് മന്തിയുടെ റെസിപ്പി കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. സ്കിന്നോട് കൂടിയുള്ള മന്തി വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് മാഗി ക്യൂബ്, ഉണക്ക നാരങ്ങ, മുഴുവൻ കുരുമുളക്, അതേപോലെ തന്നെ ജീരകം പൊടിച്ചത്, പിന്നെ കുരുമുളക് പൊടി, അതിലേക്ക് കുറച്ച് ഏലയ്ക്ക, ഒരു 2-3 ടീസ്പൂൺ മന്തി മസാല, ക്യാപ്സിക്കം, അതേപോലെ തന്നെ മല്ലിച്ചപ്പ്, പുതിന. പിന്നെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ലുക്ക് കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ കുറച്ച് കളറും ചേർത്ത് അത്യാവശ്യം കുറച്ച് കൂടുതൽ ഓയിലും ചേർത്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഫുൾ വീഡിയോ ചാനലുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ടും ടിപ്സും എല്ലാം ഉണ്ട്. അതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് വന്നിട്ട് ആ ടേസ്റ്റിൽ കിട്ടുള്ളൂ. പിന്നെ മന്തിക്ക് നമുക്ക് സൈഡായിട്ട് മയോ, അതേപോലെ മിൻറ്റ് ചട്നി, തക്കാളി ചട്നി, സാലഡ് ഉണ്ടാക്കി വെക്കാം ഇത് റെസ്റ്റ് ചെയ്യണ നേരത്ത്. പിന്നെ ഒരു 2 മണിക്കൂറിന് ശേഷം ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചും മറിച്ചും നന്നായി കുക്ക് ചെയ്യുക. ആ സമയത്ത് തന്നെ നമുക്ക് വന്നിട്ട് റൈസും വേവിച്ചെടുക്കാം. റൈസ് വേവിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഏലയ്ക്ക, പട്ട, ഗ്രാമ്പൂ, അതേപോലെ തന്നെ നമുക്ക് ഉണക്ക നാരങ്ങ, ഇതാണ് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം. ആവശ്യത്തിന് ഉപ്പ്, ഒരു പീസ് നമ്മുടെ മാഗി ക്യൂബും കുറച്ച് ഓയിലും കൂടിയിട്ട് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം അതിൽ അരയിട്ട് ഒരു 80% അരി വേവിച്ചെടുക്കുക. അത് നന്നായിട്ട് വെള്ളം കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മുടെ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓയിൽ കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ വെന്ത അരിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഓയിലും റെഡ് കളറ്, അതേപോലെ തന്നെ ഈ അരിക്കകത്ത് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി യെല്ലോ കളറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. മേലെ കുറച്ച് പച്ചമുളകും കുത്തി വെച്ചിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് സ്മോക്ക് ചെയ്തെടുക്കുക. സ്മോക്ക് ചെയ്ത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സ്മോക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നെ ഈസി മെത്തേഡ് എപ്പോഴും ചെയ്യണ പോലെ തന്നെ സാലഡും ചട്നിയും എല്ലാം കൂടെ കുഴച്ച് നല്ല അടിപൊളി ഒരു പിടി പിടിക്കുക ഗൈസ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഫുൾ വീഡിയോ ചാനലുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. മന്തിയുടെ ലുക്ക് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം അതേപോലെ തന്നെയായിരുന്നു ടേസ്റ്റ്. ഇവിടെ മന്തി കഴിക്കാത്ത പല ആൾക്കാരും ഉണ്ടായിരുന്നു, അവർ പോലും തന്നെ മാക്ക് നടിച്ചിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി മന്തി റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, പൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. അടിപൊളിയാണ്. ഫുൾ വീഡിയോ ചാനലുണ്ട്.